കീരിത്തോട് തേങ്കല്ലൽ ജോയിച്ചേട്ടൻ്റെ ഭവനത്തിൻ്റെ താക്കോൽ ബാങ്ക് മാനേജർ കൈമാറുന്ന വീഡിയോയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ന് 2025 മാർച്ച് 29 ശനിയാഴ്ച. 2-3 മാസങ്ങളായി നാം ആരംഭിച്ച ദൗത്യം പൂർണ്ണമാവുകയാണ്. ബാങ്ക് കടബാധ്യത മൂലം ഒരായുസ് മുഴുവൻ സമ്പാദിച്ച വീടും പുരയിടവും നഷ്ടമായ തെങ്കല്ലങ്കൽ ജോസഫ് ചേട്ടൻ്റെ ഭവനത്തെ നാം കൈവിട്ടിട്ടില്ല, ചേർത്ത് പിടിച്ചു. 50 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നൽകിക്കൊണ്ട് നമ്മുടെ സമൂഹം ഈ ദൗത്യം ഏറ്റെടുത്തു. നന്മയും കരുണയും ഈ നോമ്പുകാലത്ത് മറ്റാരേക്കാളും നമ്മളിൽ നിന്നും ഉയർന്നു വന്നു. എല്ലാത്തിനും നന്ദി പറയുന്നു. ആ കുടുംബത്തിൻ്റെ കടബാധ്യതയെല്ലാം നാം ഏറ്റെടുത്തു. വീട് ജപ്തി ചെയ്ത് സീലും വെച്ച് പൂട്ടിപ്പോയ വാതിൽ ഇന്ന് തുറന്നു നൽകുകയാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ജോയിച്ചേട്ടൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ കുടുംബത്തെ സാമ്പത്തികമായി സഹായിച്ചവരും പ്രാർത്ഥനയിൽ ഓർത്തവരും തങ്ങളുടെ ദൗത്യമായി കണ്ട് രാപകൽ അധ്വാനിച്ചവരുമായ എല്ലാവരെയും സർവശക്തനായ ദൈവം അവരുടെ ആവശ്യങ്ങളിൽ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പിന്നെ അവർ പൊളിച്ചു കളഞ്ഞോളൂ. നമുക്ക് ഇതിന്റെ തുറന്നു കയറുന്നത് ചടങ്ങാണ്. ഞാൻ കൈമാറുന്നു മെമ്പറുടെ കയ്യിലേക്ക്. മെമ്പർ തുറന്നു കിടന്നു. ഒരു മിനിറ്റ്, മെമ്പറുടെ കയ്യിലേക്ക് താക്കോൽ കൊടുക്കാം. ഓക്കെ ഓക്കെ കൈയടിച്ചേ. സാർ വാ, സാർ വാ. ഇതാണോ? കൈയടിക്കേ ദാദാ, എല്ലാരും കയ്യിൽ പോരാ. അത് തന്നെയല്ലേ ചാവി. എല്ലാരും ഒരു സന്തോഷ നിമിഷമാണ്. ഫ്യൂസ് കുത്തിക്കോട്ടോ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറയാം. പ്രാർത്ഥിച്ചിട്ട് ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേശുനായകൻ. ഏതു നേരത്തും നടത്തിയിടുന്നവൻ നിർത്തിയാൽ കാണും ഞാൻ നല്ലവൻ. യേശുവേ നാടെങ്ങും ഘോഷിക്കും ഈ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ. യേശുവേ നാടെങ്ങും ഘോഷിക്കും ഈ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ യേശുനായകൻ. ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാവട്ടെ. ക്രിസ്തുയേശുവിൽ കൂടി അതിവാത്സല്യമായി നിങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, കർത്താവെ അടിയങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യാശ വെച്ചതുപോലെ പിതാവെ ഈ പ്രിയ ഭവനത്തെ കടഭാരവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് ജപ്തി നടപടികൾക്ക് വിധേയമായി
കർത്താവെ ഭവനരഹിതരായി താമസിക്കേണ്ടി വന്നു. എന്നാൽ കർത്താവെ അടിയങ്ങൾ ദൈവമേ സംഘടനയായും സഭയായും കർത്താവ് വ്യക്തികളായും കുടുംബങ്ങളായും കർത്താവെ അടിയങ്ങൾ ദൈവമേ അവിടുത്തെ സന്നിധിയിൽ കൂടി വന്നു. കർത്താവ് ദേശത്ത് അനേകർ ദൈവമേ അടിയങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് അപേക്ഷിച്ച അപേക്ഷകളൊക്കെയും സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും കർത്താവെ അനേക ഹസ്തങ്ങളിലൂടെ സഹായങ്ങൾ നൽകി പിതാവെ അടിയങ്ങളെ കർത്താവെ ഭവനത്തെ വീണ്ടെടുക്കുവാൻ കൊണ്ട് കർത്താവിന് കൃപ തന്നയോ തോന്നിയോ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവെ ഹല്ലേലൂയ. ദൈവമേ സകലവിധമായിരിക്കുന്ന കടങ്ങളിൽ നിന്നും കർത്താവെ വിടുതൽ നൽകി കൃപയ്ക്കായി സ്തുതിക്കുന്നു. അതിനെ കർത്താവെ നേതൃത്വം നൽകിയ നിന്റെ മക്കളെ സ്തോത്രത്തോടെ നന്ദിയോടെ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ പ്രിയ ജോത്സസാനായ സ്തോത്രത്തെ പ്രാർത്ഥിക്കുന്നു. പ്രിയമായ അധ്വാനങ്ങളും ദൈവമായ കഠിന പ്രയത്നങ്ങളും ഒക്കെ കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവെ പ്രിയമായ അനുഗ്രഹിക്കുന്നു. കൂടുതലായി കർത്താവെ അടികളുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകുവാൻ കർത്താവെ പ്രിയമായ പ്രതിഷ്ഠിമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. പ്രിയദാസനെയും കർത്താവെ അടികളോടൊപ്പമുള്ള കൂട്ടായ്മയിൽ കർത്താവെ പ്രിയ ഭവനത്തിൽ കടന്നു വരുവാനും ദൈവത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അടികളോടൊപ്പം ചേർന്ന് നിൽപ്പാൻ ദൈവം ഒപ്പം കൂടെ നിൽപ്പാൻ കർത്താവിന്റെ കൃപ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയദാസനെയും കർത്താവിന്റെ എല്ലാ നന്മകളാലും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ായിട്ടുള്ള ബന്ധത്തിലും കർത്താവ് അടിയങ്ങളുമായിട്ടുള്ള കർത്താവ് കുടുംബ ബന്ധം പോലെ ദൈവമേ പ്രിയ മകനും ദൈവമേ അടിയങ്ങളോടൊപ്പം ചെയ്യുവാനും കർത്താവ് കൂട്ടായ്മ പങ്കു ചെയ്യുവാനും തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് സകലർക്കായ സ്തോത്രം ദൈവമേ അടികളുടെ സംഘടനയും കർത്താവിന്റെ എല്ലാ ചെറുതും വലുതുമായ പ്രവർത്തകരെയും യേശുവിന്റെ കാര്യങ്ങളുടെ സ്തോത്രത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ് അടികളുടെ മഹാടവയ്ക്കായ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. പ്രിയ ബിഷപ്പ് തിരുമേനിക്കായ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഭാരവാഹികൾക്കായി മഹാടവയ്ക്കായ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെറുതും വലുതുമായി കർത്താവ് അനേക സ്ഥാപനങ്ങളിൽ കർത്താവ് അനേകരുടെ അധ്വാന ഫലം പിതാവ് അടിയങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് കർത്താവെ അടിയങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു തരുവാന്നൊക്കെ വേണം. ദൈവം അനേകരെ ബലപ്പെടുത്തിയല്ലോ പിതാവെ. അടിയങ്ങൾ കണ്ടും കാണാതെയും കർത്താവ് അറിഞ്ഞിട്ടുള്ളവരും അറിഞ്ഞിട്ടില്ലാത്തവരുമായ അനേക കർത്താവ് ഈ സഹായത്തിൽ കർത്താവെ പങ്കാളികളായി തീർന്നു. പിതാവെ അടിയങ്ങൾക്കായി ഒരുക്കിയ വലിയ നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിന് സഹായമയച്ച ഓരോ കരങ്ങളെയും ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തി ജീവിതങ്ങളെയും സമൃദ്ധിയായി അവിടെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യഭാരങ്ങളൊക്കെയും അനുഗ്രഹപൂർണ്ണമായി നടക്കുവാന്നൊക്കെ കർത്താവ് അവരോട് കൂടിയിരിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ തുടർന്നും അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. ദൈവമേ നന്മയും കരുണയും കർത്താവെയുള്ള സമൂഹമായി കർത്താവിന്റെ പാതയിൽ മുന്നേറുവാൻ ചെയ്യുന്നു. അടിയങ്ങളോടൊപ്പം കർത്താവെ ദൈവമേ ഈ സമയം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ കാര്യങ്ങൾ സ്തോത്രത്തെ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ ഞങ്ങളെ ഈ പ്രിയ ഭവനത്തിലെ ജോയിച്ചനായ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. ചേച്ചിക്കായ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. മകനായ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. ഒത്തിരിക്കുന്ന ദാസിക്കായ കുഞ്ഞിനായ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അനുഗ്രഹപൂർണ്ണമായ ദൈവമേ കുടുംബ ജീവിതം നയിപ്പാൻ കൊണ്ട് കർത്താവ് ഹല്ലേലൂയ. ദൈവമേ പ്രിയ മക്കളെ അവിടെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിന്റെ നായകൻ നടത്തിപ്പാരനും കർത്താവായിരിക്കാൻ നമ്മോട് സ്തോത്രം ചെയ്യുന്നു. കൂടുതലായി അവിടെ ശക്തിയിരിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ ആരോഗ്യത്തിലും കർത്താവ് ബലം നൽകണമേ, സൗഖ്യം നൽകണമേ. ദൈവമേ കാത്തു പരിപാലിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിചാരത്തുമായി കർത്താവ് അടികളെ ദൈവമേതിന് കൈത്താക്കൾ നൽകി എല്ലാവരെയും വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർത്തും കർത്താവ് കർത്താവ് അനേകർ ഹൃദയഭാരത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞു. അതിനൊക്കെയും പ്രതിഫലം കർത്താവ് തന്നു. പിതാവെന്ന് സൃഷ്ടികരിച്ചിരിക്കുക സ്തോത്രം ഒരിക്കൽ കൂടി എല്ലാവരെയും ആപാലവൃത്തം എല്ലാ ജനങ്ങളെയും യേശുവിന്റെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ സംഘടനകളുടെ സഭയുടെ കർത്താവ് അടിയങ്ങളുടെ പഞ്ചായത്ത് തലത്തിലുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിന്റെ കവിയും സാന്നിധ്യം കൂടിയിരുന്ന് തുടർന്നും അനേക കാര്യങ്ങൾ ചെയ്യുവാൻ അനേക ദൈവ നന്മകൾ ചെയ്യുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുമാറാണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. യേശു രക്ഷകൻ തന്നെയുള്ള നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. ഞാൻ ചോദിച്ച എല്ലാ കാര്യങ്ങളും ഇന്നു മുതൽ നയിക്കും മാറാവട്ടെ. എല്ലാവർക്കും നിര്യാവർക്ക് സ്വാഗതം പറയാം. നമ്മുടെ തെങ്കല്ലേൽ ജോസഫ് ജോർജ് കുടുംബ സഹായ നിധിയുടെ രക്ഷാധികാരി നമ്മുടെ 3-ാം വാർഡ് മെമ്പറുമായ ശ്രീ മാത്യു ജോസഫ് തായങ്കിരി നമ്മുടെ ആക്ഷൻ കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും CSI ഈസ്റ്റ് കേരള ഡയോസിസിൻ്റെ ദളിത് ആദിവാസി ബോർഡ് സെക്രട്ടറിയുമായ വിൻസെൻ്റ് നമ്മുടെ ഈ കുടുംബസഹായ നിധിയുടെ കമ്മിറ്റി അംഗവും ST പ്രൊമോട്ടറുമായ ശ്രീ ജോൺസൺ ചൗങ്ങൻ, നമ്മുടെ ഗുരുകൂട്ട ഏകോപന സമിതിയുടെ സംസ്ഥാന ചെയർമാനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറുമായിട്ട് വിരമിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട നോയ ബി ശാമൻ സാറ്, മലയാള സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗമായ മുൻ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള നമ്മുടെ AS ആൻഡ്രൂ സാറ്, ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് സുദീർഘമായ സേവനമൊക്കെ സൂപ്പർ ബസ്സിൽ നിന്നൊക്കെ ജോലി ചെയ്ത് വിരമിച്ച് ഒരു സാമൂഹിക പ്രവർത്തകനായി
നമ്മുടെ മുമ്പിൽ എപ്പോഴും വരുന്ന ശ്രീ ആൻ്റണി സാറ് നമ്മുടെ ഈ ഭവനത്തിൻ്റെ നായകനായിട്ടുള്ള ശ്രീ ജോസഫ് ജോർജ് തെങ്കലിങ്കൽ, പിന്നെ നമ്മുടെ റേച്ചൽ ചാക്കോ, ബിജു ജോസഫ്, ഇവിടെ സഹോദരിയായിട്ട് താമസിക്കുന്ന സഹോദരി നമ്മുടെ കൊച്ചമ്മ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ വിളിച്ചില്ലെങ്കിൽ പോലും എല്ലാ അതിന് ഇടപെടുകയും ചിത്രീകരണമൊക്കെ നടത്തുന്നതായി ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തതിന് ശേഷം വിരമിച്ച ജോൺസൺ സാറ്, ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാനൊരു വാക്ക് സ്വാഗതം ആശംസിക്കുക. നമുക്കറിയാമല്ലോ, ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ 2025 ജനുവരി 8-ാം തീയതിയാണ് നമ്മുടെ കഞ്ഞിക്കുഴി കേരള ബാങ്ക് ഈ വീട് സീൽ ചെയ്യുന്നത്. അതിന് മുമ്പ് തന്നെ ഇത് സീൽ ചെയ്യാൻ വേണ്ടുന്നതായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മാസം കൂടി നമ്മൾ കളക്ടർക്ക് ഒരു അപേക്ഷ തയ്യാറാക്കി കൊടുത്തതിൻ്റെ പേരിലാണ് അത് ഒരു മാസം കൂടി നീട്ടിക്കിട്ടത്. എന്നാൽ ഈ പറഞ്ഞ കാലയളവുകളൊന്നും തന്നെ ഈ വായ്പ എടുത്ത എമൗണ്ടും അതിൻ്റെ പലിശയും പിഴപലിശയും ഒന്നും അടയ്ക്കാൻ കഴിയും ഒരു വസ്തുതയാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഈ ജോയിച്ചേട്ടൻ ആദ്യം നമ്മുടെ നോവൽ സാറിനോട് ഈ കാര്യം പറയാം. ഇങ്ങനെയാണ് നോവൽ സാറ് ചേർച്ചോട്ടിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ഇവിടെ വന്ന് നോവൽ സാറിനോടുകൂടി നമ്മുടെ ആൻഡ്രു സാറും അതുപോലെ തന്നെ മലയാള സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരായ ബിന്ദു തോമാച്ചെല്ലാം കൂടി ഇവിടെ നിന്ന് സന്ദർശിക്കുകയും ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയാൽ കടനിവാരണത്തിനുള്ള ചെറിയ ചെറിയ കൈത്താങ്ങുകൾ വരുന്നത് ലഭിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിക്കുകയും ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഒരു മാസമൊക്കെ നമ്മളെ നിരാശാജനകമായ ഒരു സംഭവമായിരുന്നു. ആരും തന്നെ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ട് പറയത്തക്ക റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഈ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയും മെസ്സേജുകൾ ഇടുകയും അവരോട് നേരിട്ട് സംസാരിക്കുകയും ജോൺസൺ സാർ വീഡിയോയിലൂടെ ഇതൊക്കെ വ്യക്തമാക്കിയതിൻ്റെ ഫലമായി 29 ഈ മാസം 25, 26, 27, 27 ഒരു കളക്ഷൻ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അതിന് നമ്മൾ സഹായിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ കൗൺസിലിൻ്റെ തേങ്കലേൽ കുടുംബ സഹായ നിധിയുടെ ആക്ഷൻ കൗൺസിലിൻ്റെ കമ്മിറ്റിയും അതിൽ നമ്മുടെ വാർഡ് മെമ്പർമാർ 4 പേരുണ്ട്. ടിൻസി, അതുപോലെ തന്നെ ST ചെയർമാൻ സുകുമാരൻ, ഐസൻജിത്ത്, എല്ലാ ആളുകളും അവരെ പറ്റുന്ന രീതിയിൽ അവർ രംഗത്ത് വന്നു. മലേറിയ സംരക്ഷണ സമിതിയുടെ പിന്നെ ഒരു വൈസ് പ്രസിഡന്റ് ചുമതല വിളിച്ചതാണ് ടിൻസി. അതുപോലെ തന്നെ വിൻസിന് നമ്മുടെ മലേറിയ സംരക്ഷണ സമിതിയുടെ ഹൈറേഞ്ച് മേഖലാ സെക്രട്ടറിയാണ്. ഞാനൊരു എളിയ രീതിയിൽ പ്രവർത്തനം നടത്തുന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം മാസം എന്ന് പറഞ്ഞ സംഘടന വളരെ സജീവമായി രംഗത്തുണ്ടായി. ഈ സംഘടന ഒപ്പം തന്നെ മലേറിയ ക്രിസ്ത്യൻ ഫെഡറേഷൻ MACF എന്ന സംഘടന നമ്മുടെ ബേബി പൗലൂസാണ് നേതൃത്വം കൊടുക്കുന്നത്. ശ്രീ ബേബി പൗലൂസ് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും വളരെ വിലപ്പെട്ടതായിരുന്നു. ഈ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജുകളൊക്കെ നൽകുകയും പിന്നെ ആളുകളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ശ്രീ ബേബി പൗലൂസ് MACFൻ്റെ പ്രസിഡന്റ് നടത്തിയത്. ഈസ്റ്റ് കേരള ഡയോസിസിൻ്റെ ദളിതാദിവാസി ബോർഡിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വിൻസെൻ്റ് ആ ബോർഡ് അംഗങ്ങളോട് ഇക്കാര്യം പറയുകയും അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ ബിഷപ്പ് GS ഫ്രാൻസിസ് തിരുമേനി വ്യക്തിപരമായി ഇത് നമുക്കിത് തുറന്നു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് പറയുകയും അദ്ദേഹം വ്യക്തിപരമായി നമുക്ക് സംഭാവന നൽകുകയും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു ഈസ്റ്റ് കേരള ഡയോസിസിൻ്റെ ഒരു എംപ്ലോയീസ് അസോസിയേഷൻ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ശ്യാമൻ സാർ, GS ശ്യാമൻ സാർ, അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന പോൾസി ദാസ്, ഇവരൊക്കെ സമൂലമായിട്ടാണ്. ആരെയും നമുക്ക് ഇതിനകത്ത് മാറ്റി നിർത്താൻ പറ്റില്ല. ഒക്കെ സമൂലമായിട്ടാണ് നമ്മൾ ഇത്രയും പൈസയൊക്കെ കളക്ട് ചെയ്ത് MACFൻ്റെ ഒക്കെ നമുക്ക് പ്രവൃത്തി സെക്രട്ടറി ആയിട്ടുള്ള ബിജോയ് അച്ഛൻ, ഇങ്ങനെ ധാരാളം ആളുകൾ. അതുപോലെ ഏറ്റവും അവസാനമാണ് നമ്മൾ ചാൾസ് ഡോക്ടറോട് ഈ കാര്യം പറയുന്നത്. പഴയ വീട്ടിലെ ചാൾസ് ഡോക്ടറോട് ഈ കാര്യം വളരെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടറോട് ഈ കാര്യം സംസാരിച്ചു. ഡോക്ടർ നല്ലൊരു ഐഡിയ പറഞ്ഞു തന്നു. നമ്മൾ മുന്നോട്ട് പോകണം, ഏകോപിച്ച് പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, എൻ്റെ വകയായിട്ടൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും എന്ന് പറയുകയും 1 ലക്ഷം രൂപ ഡോക്ടർ ഇതിനു വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ തുകയായിട്ട് നമ്മൾ കാണുന്നതോടൊപ്പം തന്നെ
ഒരു ചെറിയ നാണയത്തിട്ട ഒരു വിധവയോട് പോലും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇട്ടേക്കുന്നത് ഇല്ലേ ഇവിടാന്ന് പറഞ്ഞു. അപ്പൊ 50 രൂപ തൊഴിലുറപ്പിന് പോയി 50 രൂപ വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട ആളുണ്ട്. നമ്മുടെ പാസ്ബുക്കൊക്കെ പതിക്കാൻ ചെല്ലുമ്പോൾ 3 പാസ്ബുക്ക് കഴിഞ്ഞു. കാരണം 50 രൂപ 100 രൂപ 200 രൂപ 500 രൂപ അങ്ങനെയാണ് ഇടുന്ന ആൾക്കാർ. 3 പാസ്ബുക്ക് ഓൾറെഡി കഴിഞ്ഞു, പതിച്ചു കഴിഞ്ഞു. 50 രൂപ തൊഴിലുറപ്പിന് പോകുന്ന ഒരാളെ ഒരു ദിവസത്തെ വേതനം എന്താ പറയുക 200 രൂപ വരെ ഇട്ട് നൽകുന്നുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയാണ് ഈ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിച്ചതെന്ന് ഞാൻ ഓർക്കുകയാണ്. അതാണ് നമ്മുടെ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയും അത് നടത്തുകയും ചെയ്തു. വീണ്ടും അവർക്ക് ദൈവസഹായത്താൽ ഈ ഭവനത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചു. ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമല്ല ഇല്ലേ. 9,17,000 രൂപ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം. അപ്പോൾ അതിലൊക്കെ വളരെ നല്ല ഇടപെടലുണ്ടായത് ജോൺ സാറിൻ്റെ ഭാഗത്തുനിന്ന്. 9,17,000 രൂപ 5,15,000 അല്ലേ അടയ്ക്കാൻ കഴിയും ഒറ്റക്കെട്ടെ. ഞാനിത് പറയാൻ കാരണം ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇത് നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ മാത്യു തായങ്കരി ഞങ്ങൾ തിരുവനന്തപുരത്തിന് പോയതാണ്. ഞാൻ തായങ്കരി മെമ്പറും ജോയിച്ചേട്ടനും പോയി. ആലുവ വരെ ബസ്സിന് പോയി, അവിടെ നിന്ന് ട്രെയിന് പോയി. അവിടെ ഈ പരിപാടി നമ്മൾ റോഷി അഗസ്റ്റിനെയും അതുപോലെ തന്നെ മന്ത്രി വാസവൻ്റെ ഓഫീസിലും പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ലാസ്റ്റ് ബസ്സാണ് കിട്ടുന്നത്. KSRTC പെരുമ്പാവൂരിൽ വന്നിറങ്ങി 11 മണിയായി, രാത്രി 11 മണി. ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ബസ് കട്ടപ്പനയ്ക്കുള്ളത് കിട്ടി. കയറി ഇറങ്ങി കീരിത്തോട്ടി വന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു കട്ടൻ ചായ കുടിച്ച ആൾക്കാർ തിരിച്ച് കീരിത്തോട്ടി വന്നാണ് ഒരു കട്ടൻ ചായ കുടിക്കുന്നത് അല്ലേ. വളരെ പ്രശ്നങ്ങളാണ്. ഇങ്ങനെ സജീവമായി ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ വലിയ വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിനെ എല്ലാവരോടും ഞാൻ സ്വാഗതം പറയുന്നതോടൊപ്പം നന്ദി പറയുകയും കൂടി ചെയ്യാം. സഹകരിച്ച എല്ലാവരും നമ്മൾ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി എല്ലാവർക്കും നന്ദിയും നമ്മുടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കാനായി നമ്മുടെ തായങ്കരി മെമ്പറിനെ ക്ഷണിക്കും. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സാറ് പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമഫലമായി നമുക്കിന്ന് ഈ ഭവനത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. കാരണം ജനുവരി മാസം 8-ാം തീയതി ഈ ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുകയും അവർ വളരെ ഏറെ വേദനയുടെയും ത്യാഗത്തിൻ്റെ അനുഭവത്തിൽ കൂടിയാണ് അവർ കഴിഞ്ഞു പോയത്. പല വഴികളും പല മാർഗങ്ങളും പല ലക്ഷ്യങ്ങളും നോക്കി. പക്ഷെ അതൊന്നും നടക്കില്ല എന്നുള്ള നില വന്നപ്പോഴാണ് നമ്മൾ തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെ കണ്ടപ്പോഴും അവർ പറഞ്ഞത് പൂർത്തിയ സ്ഥിതിക്ക് ഇനി പൈസ അടയ്ക്കാതെ പ്രവേശിക്കാൻ കഴിയത്തില്ല, കോടതി പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ മാത്രമേ അവർ തരത്തുള്ളൂ, അതാണ് അതിൻ്റെ നിയമം എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്ത് ആ ഭവനത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുക, ഇതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നാലും പൂർണ്ണമായും പലിശ കളവ് ചെയ്ത് തരണമെന്നാണ് നമ്മൾ അന്ന് അവരിങ്ങോട്ട് തന്നെ പറഞ്ഞു. പൂർണ്ണമായും പലിശ കുറേയെങ്കിലും തരണം വരും, എന്നാലും പൂർണ്ണമായി നമുക്ക് എടുത്ത പൈസ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ആ എടുത്ത പൈസ 4,80,000 രൂപയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവർ ഈ ജപ്തി നടപടിക്കുള്ള ചെറുപടി കൂട്ടിയപ്പോഴാണ് 9,16,000 രൂപയോളം വന്നത്. ഏതായിരുന്നാലും വലിയൊരു പ്രയത്നത്തിൻ്റെ ഫലമായി, അതുപോലെ അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെയും ഒരു ഫലമാണ് ഈ പറഞ്ഞ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ചെല്ലുമ്പോഴും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായത്. കാരണം ഇന്നലെയാണെങ്കിൽ പോലും അവിടുന്ന് അവർ ചെറുതോണിന്ന് പറഞ്ഞു വിട്ടത് 5:40 അടയ്ക്കാൻ പറഞ്ഞു. പിന്നെ അത് 5:25 വീണ്ടും ജോയൽ സാറ് വീണ്ടും അവരോട് സമ്മതം ചെലുത്തി ഇന്ന് എന്തായിരുന്നാലും ഒരു 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 5:15 ആക്കി തീർത്തു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പ്രയത്നത്തിന് മുന്നിൽ ഈ ഭവനവുമായി ബന്ധപ്പെട്ട് അറിയാവുന്നവരെല്ലാം ദൈവസ്ഥനിൽ വിഷമിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ചെല്ലുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തൊക്കെ നമുക്ക് അനുഭാവപൂർവമായ ഒരു വാക്കുകളും ഒരു ആശ്വാസവും. ഇപ്പോൾ ബാങ്കിൽ ഞാൻ ചെല്ലുമ്പോഴാണെങ്കിലും ഇന്നിപ്പോൾ നമ്മളോടുള്ള ചെറുപ്പക്കാരൻ എപ്പോഴും എന്നോട് ചോദിക്കും, മെമ്പറെ അതെന്തായി, അവർക്ക് എന്ന് തുറന്നു കൊടുക്കാൻ പറ്റും, പൈസ ഉണ്ടാകുമോ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ. ആദ്യത്തെ മാസമൊക്കെ ഞാൻ പറഞ്ഞു ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പൈസ ഒന്നും പറയുന്നതൊന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായിരുന്നാലും നമ്മുടെ എല്ലാവരുടെയും നോയൽ സാറിൻ്റെയും ഓരോ സാറിൻ്റെയും എല്ലാ ആളുകളുടെയും ആത്മാർത്ഥമായ പ്രയത്നം കൊണ്ട് നമുക്ക് ഈ ഭവനം തുറന്നു കൊടുക്കുവാൻ സാധിച്ചു. അതിന് ദൈവം അനുഗ്രഹിച്ചു. അതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. നമുക്ക് ഈ ഭവനത്തിൽ ജോയിച്ചേട്ടനും ആൻറ്റിയും
മോനുമൊക്കെ സമാധാനമായി സന്തോഷമായി ജീവിക്കാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വന്നു പോയതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അതിനെപ്പറ്റി നിരാശയോ പ്രയാസമോ ഇപ്പം തന്നെ ഇന്ന് ബാങ്കിൽ ചെന്നപ്പം ഒരു കടബാധ്യതയുടെ പേരിൽ ഒരു സ്ത്രീ അവിടെ ലോൺ അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർ ബോധം കിട്ടു. ആൻറ്റിക്കാണ് ഞങ്ങൾ താക്കോൽ കയ്യിലേക്ക് കൊടുത്തത്. ആൻറ്റിക്ക് പെട്ടെന്നൊരു വിഷമം പോലെയുള്ളൊരു അവസ്ഥ ഉണ്ടായി. എന്തായിരുന്നാലും അതെല്ലാം ഭംഗിയായി നടന്നു. ദൈവം ഈ ഭവനത്തെ അനുഗ്രഹിക്കട്ടെ. കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഈ പ്രദേശത്ത് ഒരു മാതൃകയായി മാറണം. കാരണം നമ്മുടെ ഒരു ഭവനം, അടഞ്ഞുപോയ ഭവനം തുറന്നു കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ച ഒരു കൃപയ്ക്കായിട്ട് ദൈവത്തിന് ആയിരം നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് നമുക്ക് ഈ പദ്ധതിയിലൂടെ അവസാനിപ്പിക്കാം. മഹാത്മാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ മനോഹരമായ ധ്യാന സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ ഭവനത്തിലേക്ക് ഞങ്ങൾക്ക് ഇന്ന് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് വൈകുന്നേരം മുതൽ ഈ ഭവനത്തിൽ പ്രാർത്ഥനയോടുകൂടി ബൈബിൾ വായിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു ഭവനത്തിൽ ഇന്നും മുതൽ വീണ്ടും ആ പ്രാർത്ഥന പുനരാരംഭിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ രണ്ടാമത്തെ വരവ് വരെയും നോക്കി പ്രാർത്ഥിപ്പാൻ അവർക്ക് അവസരം കർത്താവ് കൊടുത്തതിനായിട്ട് ഏറെ നന്ദി പറയുന്നു കർത്താവെ. ഇതുപോലെ ഇതിനുവേണ്ടി പ്രയത്നിച്ച നോയൽ സാറിനെയും ആ സംഘടനയും എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി യോജിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയ പ്രതിസന്ധിയിലെല്ലാം പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം സ്വർഗത്തിലെ ദൈവം കൊടുത്തതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആൻറ്റിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന് ധാരാളമായി ജോലികളൊക്കെ ലഭിച്ച് കിട്ടി. ആ പൈസകളെല്ലാം അവൻ്റെ വീടിനും അവൻ്റെ നാടിനും അവനൊക്കെ വേണ്ടി ഉപകരിക്കാൻ ഇടയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ദൈവം അവനെ സഹായിക്കട്ടെ, അവനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് കടന്നു പോകുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വാഹനത്തെ അവിടുന്ന് അവർക്ക് ചിലവുകളും നിയന്ത്രിച്ച് പരിപാലിച്ച് ചെല്ലാനും തുടർന്നുള്ള കാര്യങ്ങളിൽ കൂടുതലായി കൂട്ടായ്മയും പ്രാർത്ഥനയും ഈ സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് ആയിരം നന്ദിയും സ്തുതിയും കയറ്റിക്കൊണ്ട് പ്രാർത്ഥനയുടെ സ്തോത്രം യേശുനാമത്തിനെ. എല്ലാവർക്കും സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഈ നാട്ടിൽ മറുനാട്ടിൽ എല്ലാവർക്കും ഞങ്ങളോട് പോയി സഹകരിച്ച എല്ലാവർക്കും നന്ദി. പ്രോഗ്രാം കഴിഞ്ഞതാണ്. എങ്കിൽ പോലും സാർ എല്ലാവർക്കും നന്ദി, സാറുകളും നന്ദിയൊക്കെ കയറ്റി. എന്നാൽ ഇപ്പോൾ ഈ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും വലിയ സങ്കടവും ബുദ്ധിമുട്ടുമായി പോകും. കാരണം ഞങ്ങൾ ഈ ഭവനത്തിൽ അന്ന് ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഭവനത്തിൽ കാണാൻ വരുന്ന സമയത്ത് അവരുടെ സ്ഥിതിവിശേഷമൊക്കെ കണ്ട് ഇവിടുന്ന് രാത്രി ഇറങ്ങി പോകുമ്പോൾ ശരിക്കും പറഞ്ഞു തന്നാൽ താഴെ വരെ ജോൺസൺ മാഷ് ഇറങ്ങി വന്ന അവസ്ഥയൊക്കെ ഞാൻ കണ്ടു. അത്രയും അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിൽ അന്ന് ഉണ്ടായിരുന്നു. അന്ന് എന്തോ പ്രത്യേക സാഹചര്യം പരിപാടിയൊക്കെ ആയിരുന്നു. അവിടെ വന്നിട്ട് എന്നാലും എൻ്റെ നമ്മുടെ കൂടപ്പുറപ്പുള്ള വീട്ടിൽ പോയി കാണണം എന്നുള്ള ആ സന്തോഷത്തോടെ വന്നു. രാപ്പകൽ അധ്വാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊണുമില്ല ഉറക്കമില്ലാതെ ഒരു മനുഷ്യനെ ഇതുപോലെ കഷ്ടപ്പെടുന്നത് കാണാം. ആ അധ്വാനത്തിൻ്റെ ഫലമാണ്. ശരിക്കും ഞാൻ ജോയിന്റ് കൺവീനറായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് അതിനകത്ത് അത്രയും 7 ഇലക്കത്ത് പോലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പക്ഷേ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും കൂടെ നിന്നു, പരമാവധി നമ്മൾ ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ പ്രിയ ജോൺസൺ മാഷിന്റെ ആ കഷ്ടപ്പാട് സേവനവും മലയാളിയെ സംരക്ഷണം എപ്പോഴും അംഗീകരിക്കേണ്ടതാണ്. സാറിനെ നമ്മൾ ഈ സമയം അഭിനന്ദിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായി സാറിന് മുമ്പോട്ട് പോകട്ടെ. മലയാളിയ സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സേവനമനുഷ്ഠിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് പേർക്ക് താങ്ങും തണലുമായി നിൽക്കുവാൻ ഇനിയും സാറ് ദൈവം കൂടുതലായി ശക്തീകരിക്കട്ടെ എന്നുള്ള സാധ്യത ഒരുക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ സജീവമായിട്ട് നല്ല നേതൃത്വം വഹിച്ചതായ നോയൽ സാറ് നമുക്ക് ഈ നമ്മുടെ ഹൈറേഞ്ച് മേഖലയിലെ ഏത് പ്രശ്നത്തിലും വന്ന് ഇടപെടുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന നോയൽ സാറ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. സാറിന് ഈ എല്ലാവരുടെയും ആക്ഷൻ കൗൺസിലിന് പേരുള്ളതായ നന്ദി, ഈ അനുമോദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ചെറുതും വലുതുമായി സാറൊക്കെയാണ് ചെന്നൈയിൽ നിന്ന് ഒക്കെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മളുടെ കൂടെ ഈ ഇത്രയും സമയം മെനക്കെട്ട് വന്ന് നിൽക്കുന്നത്. നമുക്കറിയാം ഓരോ മിനിറ്റിന്റെയും വിലയുള്ള മനുഷ്യരാണ് അവർ വന്നിരിക്കുന്നത്. പോലെ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ മെമ്പർ നമ്മളോട് സഹിക്കുന്നത്. തൊടുപുഴ പോയി ലാസ്റ്റ് ദിവസമാണ് രമതി നിൽക്കാൻ പോകേണ്ട ആ കാർഡുകളെല്ലാം മാറ്റി വെച്ച് ഇത് അത്യാവശ്യത്തിന് മുൻകൈ കൊടുത്ത് മെമ്പർ നമ്മുടെ കൂടെ ഉണ്ട്. മാത്യൂസ് ബാങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ആർഡർ സാറിനെ നമുക്കറിയാം. ആർഡർ സാറിനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ജനറൽ സെക്രട്ടറി അടുത്തേക്ക് നിന്ന സമയത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ സജീവമായിട്ടുള്ളൊരു സാന്നിധ്യം നമുക്കുണ്ടായിരുന്നു. ഇനിയും നമ്മുടെ കൂടെ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. പിന്നെ ജോൺസൺ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൂടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഒപ്പം ഈ കാര്യങ്ങൾ വാർത്തകളൊക്കെ കൊടുത്തും ആളുകളെ ബന്ധപ്പെട്ട് ഇപ്പോൾ വിളിച്ചാൽ കൂടി വരുന്ന സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്.
ഇതിലൊക്കെ ഇപ്പം ഞാൻ പറയുന്നത് മുഖസ്തുതി പറയുന്നതല്ല, ആളുകളെ തട്ടിക്കൊണ്ട് പറയുന്നല്ലെങ്കിൽ പോലും നമ്മുടെ ജോൺസൺ സാറിനെ വിളിച്ചിരുന്നാൽ ഈ സാഹചര്യമാണ് ഞങ്ങൾക്ക് ഇത്രയും സമ്പാദിക്കാൻ പറ്റിയിട്ടുള്ളൂ, ഇനി തുടർന്നുള്ള ഇതിന് കുറച്ചുകൂടെ മൈലേജ് കിട്ടുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഇവിടെ വന്ന് യൂട്യൂബിലൂടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകളൊക്കെ ഇടുകയൊക്കെ അണിക്കുകയൊക്കെ അങ്ങനെ ദൂരങ്ങളിലേക്ക് എത്തിക്കുകയും വാർത്തകൾ സജീവമാക്കുകയും ചെയ്ത സാന്നിധ്യമാണ് നമുക്കുള്ളത്. ഇനിയും നമുക്ക് കൂടുതൽ സേവനങ്ങൾക്കായി സാറിന് നമുക്ക് പ്രയോജനപ്പെടും. സാർ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോഴും വന്നതിൽ ഞങ്ങൾ സന്തോഷം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഈ നമ്മുടെ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയുകയാണ്, നമ്മുടെ പോൾ സാറും അതുപോലെ എന്തോ സാറും ഒക്കെ ഇപ്പോഴും മെസ്സേജുകളൊക്കെ കൊണ്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നിഷ്കേരള മഹായിടവക ബിഷപ്പ് തിരുമേനി സന്തോഷവും സ്നേഹമൊക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിനകത്ത് സജീവമായിട്ട് എന്നോട് എപ്പോഴും ചോദിച്ചത് എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വിൻസെന്റിന്റെ കൂടെ ഒപ്പം നിൽക്കണം എന്ന മഹായിടവയുടെ ചുമതല തന്നെയാണ് എന്നെ ഏൽപ്പിച്ചിരുന്നത്. മഹായിടവ കൺവെൻഷനാണെങ്കിൽ പോലും ഒരുപാട് പേര് അവിടെ വന്നവരും ദൂരെ നിന്നവരും ഒക്കെ ഓൺലൈനിൽ തന്നെ ഈ പ്രോഗ്രാം കണ്ടവരെല്ലാം ഈ കുടുംബസഹായ നിധിയിലേക്ക് പങ്കാളികളായി തീർന്നിട്ടുണ്ട്. എല്ലാവരും മാസമായിട്ട് MSDF ആയിട്ട് ഈസ്റ്റേണ മഹായിടവകയായിട്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരായിട്ട് ഒരു കൂട്ടമായിട്ട് നമ്മുടെ പ്രദേശവാസികളായിട്ടൊക്കെ കൈത്താങ്ങൽ നൽകി സഹായിക്കുകയും ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി ഈ ആക്ഷൻ കൗൺസിലിലെ ജോയിന്റ് കൺവീനർ എന്ന നിലയിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ജോയിച്ചേട്ടനോടും ചേച്ചിയോടും ബിജുവിനോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, കൂടെ ശ്രദ്ധിക്കുക. ഈ കടബാധ്യത എന്ന് പറയുന്നത് അത് ആരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മുടെ കടമകൂടലും പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന സ്ഥാനങ്ങളിലാണ് നമ്മൾ കടബാധ്യതക്കാരായി പോകുന്നത്. അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അത് സമൂഹത്തിൽ ഒരു നാണക്കേടാണ് മാനക്കേടാണ് എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകേണ്ടവരല്ല. ഇത് ഏത് മനുഷ്യനെയും പ്രതിസന്ധികൾ ബാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, അല്ലാത്ത പ്രയാസങ്ങൾ വരാം. ഈ പ്രയാസങ്ങൾ വരുമ്പം അതിനൊരു താങ്ങായിട്ട് തണലായിട്ട് നിൽക്കുന്ന ഒരു ആശ്രയ സ്ഥാനമാണ് സഭയും സംഘടനകളും എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ അനാഥരല്ല, ആരും കൈവിടപ്പെട്ടവരല്ല. ഇതിന്റെ പേരിൽ ഒരു മാനക്കേടിന്റെ ഒരു ആവശ്യവുമില്ല. സമൂഹത്തിൽ തലയെടുപ്പോടു കൂടി ജീവിക്കാൻ തുടർന്നും നിങ്ങളെ ആത്മധൈര്യം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നതാണ്. ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടാതിരുന്ന ആളാണ്. നമ്മൾ ബൈബിൾ പഠിക്കുന്ന സമയത്ത് നല്ല ശമരിയക്കാരൻ്റെ ഒരു സംഭവം നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു നല്ല ശമരിയക്കാരനെ തേടിയപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അതുകൊണ്ട് ഈ എനിക്ക് തന്ന ഈ ഷാളിനേക്കാളും ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് ശ്രീ മാത്യു തായങ്കരി മെമ്പറിനെ ഞാൻ കാണുന്നു. അദ്ദേഹം ഒരു നല്ല ശമരിയക്കാരനാണ്. ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പലരും നമ്മളെ വിട്ടുപോയി. നമ്മൾ ആ കഥ വായിക്കുന്ന സമയത്ത് പുരോഹിതന്മാരും അതുപോലെയുള്ള ആളുകളൊക്കെ വഴിനാടക്കാരൊക്കെ വിട്ടുപോയപ്പോൾ ഇവർ മുറിവേറ്റ് കിടന്ന ഒരു സന്ദർഭത്തിൽ അവർക്കൊരു കൈത്താങ്ങായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇത്രയും മനുഷ്യസ്നേഹിയായിട്ടുള്ള മനുഷ്യനെ ഞാൻ ഒരു പല മാധ്യമന്മാരും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും അവർ ചെയ്യാറില്ല. പക്ഷെ അദ്ദേഹം വ്യത്യസ്തനായിട്ട് വന്നതെന്ന് നമ്മളെ ഇതിനകത്ത് താങ്ങും തണലുമായിട്ട് നിന്നൊരു കൈത്താങ്ങായി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ സേവന മനോഭാവത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതുകൊണ്ട് എന്നെക്കാളും ഈ ഷാള് സ്വീകരിക്കാനായിട്ട് യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയെ ഞാൻ കണ്ടത് എൻ്റെ സുഹൃത്തായിട്ടുള്ള മാത്യു തായങ്കരിയാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ എനിക്ക് ലഭിച്ചതായിട്ടുള്ള ഈ ഷാള് ഞാൻ അണിയിക്കുന്നു നിങ്ങളുടെ അനുവാദത്തോടെ. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഞാനൊരു വാക്കുകൂടി പറഞ്ഞോട്ടെ. എനിക്ക് ഇവിടെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി വിൻസെന്റ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ആദരവിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ എനിക്ക് ലഭിച്ച ആദരവ് ഞാൻ വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. ഇതിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു ടീമായി നിന്ന് പ്രവർത്തിച്ച മലയാളി സംരക്ഷണ സമിതിയുടെയും MSDFിൻ്റെയും CSI ഈസ്റ്റ് കേരള ദളിത് ആദിവാസി ബോർഡിൻ്റെയും നമ്മളെല്ലാവരും കൂട്ടായൊരു ആക്ഷൻ കൗൺസിലിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിന് ആണ് എനിക്ക് ആദരവ് ഇപ്പം ലഭിച്ചത്. ഇതെല്ലാവർക്കും ആയിട്ട് ഞാനിത് ഏറ്റുവാങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച്. നന്ദി
Thank you.